നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കല്ലിക്കണ്ടി എൻ.എം കോളേജിൽ കെ മുഹമ്മദ് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റിന്റെ ഉദ്ഘാടനം പാറക്കൽ അബ്ദുള്ള എം.എൽ.എ. നിർവഹിച്ചു. അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ, കെ മുഹമ്മദ്, എൻ.എ. കരീം, NKC ഉമ്മർ അനുസ്മരണം നടത്തി. കല്ലിക്കണ്ടി എൻ.എം കോളേജിൽ കെ മുഹമ്മദ് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റിന്റെ ഉദ്ഘാടനവും അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. കോളേജ് മുൻ മാനേജർ കെ മുഹമ്മദ്, മുൻ ഭരണസമിതി അംഗം എൻ.എ. കരീം, മുൻ നിർവാഹക സമിതി അംഗം NKC ഉമ്മർ എന്നിവരുടെ ഓർമ്മയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനവും അനുസ്മരണ പരിപാടിയും പാറക്കൽ അബ്ദുള്ള എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം കേവലം കല്ലിക്കണ്ടി കോളേജിലെ മാത്രമായിരുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ മാത്രമായിരുന്നില്ല, കേരളം മുഴുക്കെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന മേഖല വ്യാപിച്ചു കിടന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ യുവജനങ്ങളെ കേരളക്കരയിൽ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഈ സ്ഥാപനത്തിന് അസ്ഥിവാരം ഇടുന്നത് മുതൽ ഏതാണ്ട് 2-3 മാസം മുമ്പ് മരണപ്പെടുന്നത് 2 മാസം മുമ്പ് അതുവരെ രോഗശീലയിലായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും ഞാൻ പരിചയപ്പെട്ട ഏതാണ്ട് 10-25 വർഷം 30 വർഷമായി ഏത് കമ്മിറ്റിയിലാണ്, ഏത് പരിപാടിയിലാണ് എൻ.എം കോളേജുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ എൻ.എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷയം, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥമായ വലിയ ശ്രമം നടത്തിയാണ്. ചടങ്ങിൽ ചൂട്ട് എന്ന പേരിൽ കോളേജ് യൂണിയന്റെ മാഗസിനും പാറക്കൽ അബ്ദുള്ള പ്രകാശനം ചെയ്തു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ എക്കോസ് ഓഫ് മലബാർ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനം തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഗഫൂർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് മാനേജർ R. അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MF ജനറൽ സെക്രട്ടറി PPA ഹമീദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുതിയ കാലം എന്ന് പറയുന്നത്, ജെൻസി എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് നിങ്ങൾ ആഘോഷിച്ചത് ബന്ധം. പുതിയ കാലത്തെ കുട്ടികൾ വിപ്ലവകർ, പുതിയ കാലത്തെ തലമുറ സമൂഹത്തിന്റെ ആശയങ്ങളും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി പുതിയ കാലത്തെ മക്കളോട് സംസാരിക്കുന്നത് നമുക്ക് മുമ്പേ കടന്നുപോയ നല്ല മനുഷ്യരെ കുറിച്ച്. ആ നല്ല മനുഷ്യൻ ഞങ്ങൾ മനസ്സിലാക്കുന്ന ജനറൽ, ഞാൻ നീട്ട് പരീക്ഷ കുട്ടിയോട് വന്നപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളപ്പിന്റെ മക്കളുടെ പേര് ഓർമ്മ. ആ നീറ്റ് പരീക്ഷയെ നീറ്റായി കേന്ദ്ര ഗവൺമെന്റിന് തോൽപ്പിച്ച മക്കളാണ് എന്നോ ഉപയോഗിച്ചു. വളരെ നീറ്റായി വിദ്യാഭ്യാസ പരീക്ഷകൾ ഞാൻ ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ വൈകിട്ടുണ്ട്. കേരള PSCയിലും ഒരു പാഠസമരം നടന്നു. എന്താണ് പാഠ? മെയ് 15-ാം തീയതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ അധിപൻ ജസ്റ്റിസ് സൂര്യകാന്ത് അതേ യുവാക്കളെ കുറിച്ച് പറഞ്ഞു ഒരു പാട്ട് കൃത്യമായി ഹാജരാകുന്ന NKC ഒരിക്കലും നൽകി വലിയ ഉയർച്ചയിലേക്ക് ദൈവം തമ്മിൽ കൂടുതൽ അന്വേഷണത്തിനും
നൽകാൻ ആഗ്രഹിക്കുന്നില്ല. മേഖലകളായി കൃത്യമായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട കെ മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ കോളേജിൻ്റെ സ്ഥാപനം തൊട്ട് മരണം വരെ കോളേജിൻ്റെ ഗവർണർ ബോഡി മെമ്പറായിരുന്ന എന്നെ കോളേജ് കമ്മിറ്റിയുടെ സ്ഥാപനം തൊട്ട് മരണം വരെ കോളേജ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട എം കെ സുകുമാർ സാഹിബ്, ഈ 3 പേരുടെ അനുസ്മരണ സമ്മേളനമാണ് ഈ ഇന്നത്തെ സുപ്രഭാതത്തിലെ 1ാമത്തെ സെഷൻ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കെ നമസ്കാരവേദിയിൽ ഒരു റിസർച്ച് സെന്റർ ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാർക്കൽ എം.എൽ.എ. അവർ നിർവഹിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കോളേജിലെ കമ്മിറ്റിയുടെ സ്ഥാപനങ്ങൾ ഇതുവരെ കോളേജ് കമ്മിറ്റി മെമ്പറായ ബഹുമാനപ്പെട്ട പാർക്കൽ എം.എൽ.എ. തന്നെ നമുക്ക് ആ ഒരു സംവിധാനത്തിന്റെ ഉദ്ഘാടനം ലഭിക്കുമെന്നത് ഏറെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കോളേജ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ ഷമീർ എ പി, ഡോക്ടർ പുത്തൂർ മുസ്തഫ, സമീർ പറമ്പത്ത്, ടി പി മുസ്തഫ, പട്ടാടത്ത് ഇസ്മയിൽ, മൂസ, PTA വൈസ് പ്രസിഡന്റ് NK മൂസ മാസ്റ്റർ, സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ KM, സ്റ്റാഫ് സെക്രട്ടറി KP നൌഷാദ്, സൂപ്രണ്ട് നസീർ പുത്തൂർ എന്നിവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 5ാം റാങ്ക് നേടിയ നിദ ഫാത്തിമിയെ ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. സ്റ്റുഡന്റ് എഡിറ്റർ മുഹമ്മദ് നജീൽ മാഗസിൻ പരിചയപ്പെടുത്തി. 1ാം വർഷ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചു കൊടുത്തില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ആ മകനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എടാ, ഞാന് നിന്നെ കൊല്ലാൻ നോക്കിയ അമ്മയാണ്. മോനെ, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയ ഒരു രാത്രി ഉണ്ട്. അപ്പൊ ഈ കുട്ടി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അമ്മയ്ക്ക് ഒരുപാട് വയസ്സായി, മകനും കുറെ വയസ്സായി, 50 വയസ്സിലേറെയായി. അപ്പഴാ പറയണ. അപ്പൊ ഇത് കേട്ടിട്ട് ഈ മകനാകെ അത്ഭുതപ്പെട്ടിട്ട് അമ്മയോട് ചോദിക്കാണ്, എന്നിട്ട് എന്തേ കൊല്ലാതിരുന്നത്? എന്തേ കൊല്ലാതിരുന്നത്? അമ്മ പറഞ്ഞു, ഞാൻ വിഷമായിട്ട് നിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. സമഗ്ര ന്യൂസ് പനൂർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.